നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഉപനിഷത്തിനെ പറ്റിയാണ്. ചാക്ഷുഷോപനിഷത്ത് എന്നാണ് ഇതിനെ പറയുന്നത്. ചക്ഷുഷ്മതി വിദ്യ എന്നും പറയുന്നു. ഏതുതരം നേത്രരോഗങ്ങൾ മാറുന്നതിനും ഈ വിദ്യ പണ്ടുമുതലേ ഉപയോഗിച്ചിരുന്നു. ഈ ഉപനിഷത്ത് പ്രകാരം സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത്. ചക്ഷു എന്നാൽ നേത്രം എന്നാണ്. കാഴ്ചക്കുറവുള്ളവരും കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു ഏത് തരം രോഗങ്ങളാകട്ടെ എല്ലാം മാറിക്കിട്ടുവാനായി നമുക്ക് സൂര്യദേവനെ, ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാഴ്ചയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അധികം പേരും. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിൽ പെടുന്നു. കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് പഴമക്കാർ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കണ്ണിൻ്റെ പ്രാധാന്യം എത്രത്തോളമെന്ന് എല്ലാവർക്കും അറിയാം. കൊച്ചുമക്കൾ പോലും ഇത് അനുഭവിക്കുന്നു എന്ന സത്യം മറച്ചുവെക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ചാക്ഷുഷോപനിഷത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നേത്രരോഗങ്ങൾ മാറുന്നതിനായി സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. കേരളത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. പിന്നെ ഇന്ത്യയിലെ തന്നെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ പറ്റിയും അങ്ങനെ ഞാൻ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ സൂര്യദേവൻ്റെ പ്രാധാന്യവും നേത്രരോഗങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണമെന്നും അതിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. കാണാത്തവർ ആ വീഡിയോസ് കൂടി ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് കാണുന്നത് വഴി എല്ലാവർക്കും എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. ഇനി ചാക്ഷുഷോപനിഷത്ത് അല്ലെങ്കിൽ ചക്ഷുഷ്മതി വിദ്യ എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറയാം. രാവിലെയാണ് ഇത് ജപിക്കേണ്ടത്. ഉദയസൂര്യനെ നോക്കി കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് ജപിക്കാം. അസ്യ ചാക്ഷുഷി വിദ്യയാഃ അഹിർബുദ്ധ്യർഷിഃ ഗായത്രീ ഛന്ദഃ സൂര്യോ ദേവതാ ചക്ഷുരോഗനിവൃത്തയേ ജപേ വിനിയോഗഃ. ഓം ചക്ഷുഃ തേജഃ സ്ഥിരോ ഭവ മാം പാഹി പാഹി ത്വരിതം ചക്ഷുരോഗാൻ ശമയ മമ ജാതരൂപം തേജോ ദർശയ യദാഹം അന്ധോ ന സ്യാം തഥാ കൽപ്പയ കല്യാണം കുരു യാനി മമ പൂർവജന്മോപാർജിതാനി ചക്ഷുഃ പ്രതിരോധക ദുഷ്കൃതാനി സർവാണി നിർമൂലയ. ഓം നമഃ ചക്ഷുസ്തേജോധാത്രേ ദിവ്യായ ഭാസ്കരായ. ഓം നമഃ കരുണാകരായ അമൃതായ. ഓം നമഃ സൂര്യായ. ഓം നമോ ഭഗവതേ സൂര്യായ. അക്ഷിതേജസേ നമഃ. ഖേജരായ നമഃ. മഹതേ നമഃ. രജസേ നമഃ. തമസേ നമഃ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഉഷ്ണോ ഭഗവാൻ ശുചിരൂപഃ. ഹംസോ ഭഗവാൻ ശുചിരപ്രതിരൂപഃ. യ ഇമം ചക്ഷുഷ്മതിം വിദ്യാം ബ്രാഹ്മണോ നിത്യമധീതേന തസ്യ അക്ഷിരോഗോ ഭവതി ന തസ്യ കുലേ അന്ധോ ഭവതി. അഷ്ടൗ ബ്രാഹ്മണാൻ ഗ്രാഹയിത്വാ വിദ്യാസിദ്ധിർഭവതി. വിശ്വരൂപം ഗൃണീനം ജാതവേദസം ഹിരണ്മയം പുരുഷം ജ്യോതിരൂപം തപം തം സഹസ്രരശ്മിഃ ശതദാ വർത്തമാനഃ പുരഃ പ്രജാനാമുദയത്യേഷ സൂര്യഃ. ഓം നമോ ഭഗവതേ ആദിത്യായ. അക്ഷിതേജസേ അഹോ വാഹിനി സ്വാഹാ. ഓം നമോ ഭഗവതേ ആദിത്യായ.
സൂര്യായാഹോ വാഹിന്യഹോ വാഹിനി സ്വാഹ. നിത്യവും സൂര്യദേവനെ നോക്കി ഈ മന്ത്രം ജപിക്കൂ. ഫലം അച്ചിട്ടാണ്. നാം ഇന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന ഭഗവാനാണ് സൂര്യഭഗവാൻ. മന്ത്രത്തിനും മരുന്നിനും ഒപ്പം തന്നെ പ്രാധാന്യമുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കെല്ലാം തന്നെ ഇത് ഉപകാരപ്പെടട്ടെ. സകലവിധ ദോഷപരിഹാരങ്ങൾക്കും പാപപരിഹാരങ്ങൾക്കും വളരെയധികം ഉത്തമമാണ് സൂര്യദേവനോടുള്ള പ്രാർത്ഥന. ഇത് എല്ലാവർക്കുമായി ഷെയർ ചെയ്തു കൊടുക്കണം. മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. നന്ദി, നമസ്കാരം.